ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്കും അതുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടീസിനൊക്കെ ഇതുപോലൊന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്നൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തതും 1 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 മതി, അതിൽ കൂടുതൽ വേണ്ട. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം, അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയുന്ന റെസിപ്പി ആയിരിക്കും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളിത് 2 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവോ ഇഡ്ഡലി മാവോ ഏതായാലും കുഴപ്പമില്ല. അതിനകത്തോട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതാണ്. നിങ്ങൾ അഥവാ ഇഡ്ഡലി മാവ് എടുക്കുന്നെങ്കിൽ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് ദോശനേക്കാൾ ലൂസ് ആവാനും പാടില്ല, അപ്പോൾ എണ്ണ കയറും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പ ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതങ്ങനെ അധികം എണ്ണ കുടിക്കുകയൊന്നുമില്ല, നിങ്ങൾക്കത് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ ഏകദേശം അതിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് പകുതി മാവ് ഒഴിച്ച് കൊടുക്കാം. മുഴുവനായിട്ട് ഒഴിക്കരുത്, കാരണം ഇത് ചെറുതായിട്ട് പൊങ്ങി വരും. അപ്പോൾ ആ ഹോളിൻ്റെ ആ ഒരു പകുതി മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഓരോ സൈഡിലായിട്ട് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെത് കുറേ ഹോളുള്ള ഒരു ഉണ്ണിയപ്പ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നടുക്കുള്ളതൊക്കെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ സൈഡ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആയാൽ മതി. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിത് നടുക്കത്തെ എടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം, അതിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇതൊന്നൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ എണ്ണ ഉണ്ടാവില്ല കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഓരോന്ന് റെഡി ആകുമ്പോൾ എടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലൊരു തേങ്ങാ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്